പണത്തിന് പണത്തിൻ്റെതായ റെസ്പെക്ട് എപ്പോഴും ഉണ്ടാവും. ഇവൻ ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ ഇത് ഭയങ്കര ഡിഫറൻസിയേഷൻ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്തുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ഇപ്പൊ കുട്ടികൾ പ്രേമിക്കണത് എന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്കതും ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവരെ പ്രേമിക്കണം. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമിൽ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഞാൻ എസ്പെഷ്യലി 4ാം ക്ലാസ് വരെയും ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അന്നൊക്കെ ഞാൻ കോൺവെന്റ് സ്കൂളിൽ തന്നെ പഠിച്ചത്. എൻ്റെ കോൺവെന്റ് സ്കൂളിലാണെങ്കിലും ചന്തയിൽ പണിയെടുക്കുന്ന ആളുടെ മകനും നമ്മുടെ ഒപ്പം പഠിക്കുന്നുണ്ട്, എന്നാൽ നമ്മുടെ അവിടുത്തെ ഏറ്റവും വലിയ മുതലാളിയുടെ മോനും നമ്മുടെ ഒപ്പം പഠിക്കുന്നത്. എല്ലാവരും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. ഇപ്പോഴത്തെ ഏത് സ്കൂൾ നോക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ അറിയാം, ഞാൻ പേരുകൾ പറയുന്നില്ല, ഇന്ന സ്കൂളാണെങ്കിൽ നമുക്കറിയാം ഏത് സ്റ്റാറ്റസ് ഓഫ് ആൾക്കാരാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളാണെന്നുണ്ടെങ്കിലും ആ സ്റ്റാറ്റസിലുള്ള ആൾക്കാരുടെ മാത്രമേ കളിക്കുന്നുള്ളൂ. ഇത് അറിയാതെ ആ ഒരു സെഗ്മെന്റേഷൻ വന്നു. നമ്മൾ ജാതിയും മതവും പറയണ പോലെ തന്നെ ഇവിടെ ക്ലാസിഫൈ ചെയ്യാണ് സൊസൈറ്റിയിലുള്ള ആൾക്കാരെ. നടന്നു കഴിഞ്ഞു. ഇപ്പൊ ചിലപ്പോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ എനിക്ക് മക്കളുടെ ഏകത്തിൽ, എന്റെ മോളുടെ ഏകത്തിൽ എനിക്ക് എന്റെ പേടിയെന്ന് വെച്ചാൽ ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ ഇവർ ആ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് മാത്രമാണ് സൊസൈറ്റിയിൽ ഉള്ളൂ എന്ന് വിചാരിച്ചു പോകും. ഈ ഒരു സ്റ്റാറ്റസ് ഓൾറെഡി നിലനിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇനി ഇതിൽ നിന്ന് കുറച്ച് ആൾക്കാർ മാത്രമേ ഈ സ്റ്റാറ്റസ് ഒക്കെ ഇതിന് അപ്പുറത്ത് നിന്ന് കാണാൻ പറ്റത്തുള്ളൂ.